എന്നിട്ട് പോലും താൻ വിവാഹം ചെയ്തത് നബിയോട് ചോദിച്ചില്ല. ഓർക്കണമേ ഇത്. നിറം കണ്ട് ചോദിച്ചാണ് നബി അറിയുന്നത്. പിന്നെന്തിനാണിതിനിത്ര കാടിളക്കുന്നത്? പ്രാധാന്യമുള്ളവയൊക്കെയും നബിയോട് ചോദിക്കലാണ് സ്വഹാബികൾ നിലപാട്. മിഷ്കാത്തിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ, ശൈഖാനി റിപ്പോർട്ടുള്ളതായി തെളിയുന്നതാ. കല്യാണം ഇതുപോലെ നടത്തൽ വേണ്ടത്, തിരുമുസ്തഫ കാണിച്ച മാർഗം തന്നത്. ഒരു വിവരവും ഇല്ലാതെ എന്തിന് നാക്കിനെ കയറൂരി വിട്ടിരിക്കുന്നു മേയാൻ അന്യനെ. ഇരുന്നിട്ട് പാത്തുന്നവനെ വിമർശിക്കുന്നത് ശരിയല്ല, നിന്നാണോ അവൻ പാത്തേണ്ടത്? മതിയാകുമല്ലോ 3 കല്ലൊരടുപ്പിന് 300 കല്ല് സഹോദര, പിന്നെന്തിന്? അതുപോലെ തൂണും 4 മതി ഒരു ഷെഡിന്, 400 തൂണിന് പണിപ്പെടുന്നതും എന്തിന്? അതുകൊണ്ട് 3 കടിച്ച് ബാക്കി കല്ലുകൾ കൊടുക്കേണ്ടതാണില്ലാത്തവർക്ക് അടുപ്പുകൾ. 300 കല്ലും ചേർത്തു വെച്ചാൽ തന്നത് 3-ൻ്റെതല്ലാതെന്തു ഫലമാണുള്ളത്? 300 കല്ലാണ് എൻ്റെ അടുപ്പിനുള്ളതെന്നറിയണം, അതിനുള്ള ചെലവാണ് അഭിതമെന്ന് നീ ഓർക്കണം. ഇതുപോലെ തന്നാണ് നിക്കാഹും എന്ന് അറിയുന്ന പക്ഷം വിജയമായി നിനക്കന്ന്. പണക്കാരിതാദ്യം തന്നെ ലളിതമിലാക്കണം, മറ്റുള്ളവർക്കതിലവർ മാതൃകയാകണം. എന്നാൽ ക്ഷണം രോഗം ഇതും ശിഫയാകും, റബ്ബിൻ്റെ അടുക്കൽ അവർക്ക് വിജയവുമാകും. അവർക്കുള്ളതോ 3000 കല്ലിട്ടതാ, 300-നെങ്കിലും പൊതുജനം തുനിയുന്നതാ. 300-ലായാൽ 30 കുറയുന്നതാ, വെറും 3-ലായാൽ പിന്നതിൽ കവിയാത്തതാ. അതിനാൽ പണക്കാരെ ഇലാഹിൽ നിന്ന് ഗുണമോർത്ത് അമിതമൊഴിക്കണേ പെട്ടെന്ന്. പണം തീർന്നു പെട്ടിയിലെന്നു കണ്ടാൽ സ്വപ്നമിൽ അവൻ്റെ ആയുസ്സും തീർന്നെന്നും ആ വ്യാഖ്യാനമിൽ. സുഹൃത്തുക്കളെ, റൂഹിൻ്റെ സ്ഥാനത്താ പണം എന്ന് ഇബ്നു സീരിൻ തൻ്റെ വാക്കാണോർക്കണം. പണം കൊണ്ട് വഴി പിഴക്കുന്നതാണ് ഇൻസാന് എന്നല്ലയോ പറയുന്നതും ഖുർആന്. പെൺകെട്ടിനൽപ്പം മുമ്പ് സ്കൂട്ടർ എടുക്കണം, പുറകിൽ ഇരുത്തിക്കൊണ്ട് ടൗണിൽ ചുറ്റണം. കെട്ടിൻ്റെ ഫറദിൽ നിന്ന് ആദ്യം ഒന്നിതാ എന്നുള്ള രീതിയിൽ ഇന്നിതും കാണുന്നതാ. പുറകിൽ ഇരുത്തിക്കൊണ്ട് ചുറ്റി നടക്കണം, പൊന്നിൻ്റെ ഐറ്റം എത്രയെന്ന് വരുത്തണം. കിട്ടുന്ന കാശിന് വിറ്റ് നാട് കടക്കണം, പിന്നീട് വീണ്ടും വന്ന് പാട്ടിത് പാടണം. ഈ രീതിയിൽ പണിപ്പെട്ട് പണമുണ്ടാക്കിടും, എന്നിട്ട് നാട്ടിൽ വന്ന് വെടി പൊട്ടിച്ചിടും. പെണ്ണിനെ ഇരുത്തിക്കൊണ്ട് ലാത്താനല്ലിത്, ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം മതി ഇത്. ദൈനംദിനം പുറകിൽ ഇരുത്തിക്കൊണ്ട് സിനിമയ്ക്ക് പോകണം, ഗൾഫ് പാർട്ടിയുമുണ്ട്. പിന്നീട് ലോഡ്ജിൽ എത്തല കൈ കോർത്ത് വിഹരിക്കണം, അവിടന്ന് ഭജനം പാർത്ത്. ചോദിക്കുവാൻ കഴിവില്ല വീട്ടിൽ ആർക്കും, റിസ്കിൻ്റെ കാര്യം കുഴയുമോ എന്നോർക്കും. ചോദിച്ചു എന്നാലുണ്ട് പറയാൻ വാക്ക്, സുഹൃത്തിൻ്റെ ക്ഷണമുണ്ടായിരുന്നിരു പേർക്ക്. അവസാന കാലം വന്നു പോയാൽ പിന്നെ മാതാപിതാക്കൾ പോസ്റ്റ്മാനാ പൊന്നേ.